നമസ്കാരം ഗടികളെ. അപ്പോൾ ഞാൻ തൃശ്ശൂർ ടാക്സി ഓടിക്കുന്ന ഡ്രൈവറാണ് കേട്ടോ. ഇന്നോട്ട് ഞാൻ വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചത്. ഇന്ന് നമ്മുടെ ആദ്യത്തെ ഓട്ടം മെഡിക്കൽ കോളേജിലേക്കായിരുന്നു. മെഡിക്കൽ കോളേജിൽ കസ്റ്റമർ ഇറക്കി ഞാൻ ദേ പുറത്ത് വണ്ടി കൊണ്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉച്ചവരെ ഇവരുടെ ഓട്ടം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഉച്ചയാകുമ്പോഴേക്കും ഡോക്ടറെ കണ്ടിട്ട് വരാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യണു. അങ്ങനെ കസ്റ്റമറെ വീട്ടിലിറക്കി തിരിച്ച് ഇതേ വീട്ടിലേക്ക് പോകണ്ട. കാരണം വണ്ടിയിൽ ഡീസൽ കുറവാണ്, ഡീസൽ അടിക്കണം പമ്പിൽ കയറിയിട്ട്. പിന്നെ ഉച്ചയായി സമയം, ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് അടുത്ത ട്രിപ്പ് എടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ പമ്പിലെത്തി ഡീസൽ അടിക്കാൻ പോവാണ്. ഡീസൽ ഇങ്ങനെ വറ്റിച്ച് ഞാൻ ഓടാറില്ല. ഇന്ന് പക്ഷേ അടിക്കാൻ സമയം കിട്ടില്ല, കസ്റ്റമറെ കൊണ്ട് നേരത്തെ പോകേണ്ടി വന്നാൽ തന്നെ. അങ്ങനെ ഞാൻ വീട്ടിലെത്തി വണ്ടി കാർപോർട്ടിൽ ഒതുക്കാണ്. ഇനി ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് അടുത്ത ട്രിപ്പ് എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ കസ്റ്റമർ നമുക്ക് 2 ബിരിയാണി മേടിച്ചെന്നുണ്ടായിരുന്നു കേട്ടോ. ഭക്ഷണം കഴിക്കാൻ നിർത്താൻ പറ്റിയില്ല. അപ്പോൾ അവർക്ക് വീട്ടിലേക്ക് പോകണം തിരക്കാന്ന് പറഞ്ഞ കാരണം ഭക്ഷണം മേടിച്ച് പാഴ്സലായിട്ട് മേടിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ബിരിയാണിയാണ് ഇന്ന് കഴിക്കാൻ പോണത്. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇത്രയും വലിയ കാർപോർച്ചും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇതാണ് എൻ്റെ വീടെന്ന്. ഇതൊന്നല്ല കേട്ടോ എൻ്റെ വീട്. ഇത് നമ്മുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇതാണ് ഞങ്ങളുടെ വീട്. നമ്മുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വീട്ടിലാണ് നമ്മൾ വണ്ടി ഇടുന്നത്. നമ്മുടെ വീട്ടിൽ പാർക്കിങ്ങിന് സൗകര്യമില്ല. അപ്പോൾ ഈ വീടെന്ന് പറയുന്നത് ഒരു സെലിബ്രിറ്റിയുടെ വീടാണ്. നമ്മുടെ സുധിജയൻ്റെ വീടാണ് കേട്ടത്. അപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ എടുത്ത് പ്ലേറ്റൊക്കെ എടുത്ത് ബിരിയാണി കഴിക്കാൻ പോവാണ്. നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. വിയ്യൂർ ജയിലിൻ്റെ അവിടെ നിന്ന് മേടിച്ചിട്ടുള്ള ബിരിയാണിയാണ്. ജയിലിൻ്റെ ഔട്ട്ലെറ്റ് പുറത്തുനിന്ന് മേടിച്ചതാണ്. ലെഗ് പീസൊക്കെ ആയിരുന്നു. പിന്നെ ഈ റിമോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. എല്ലാ വീടുകളിലും റിമോട്ടിൻ്റെ, പിള്ളേരുള്ള വീടുകളിലൊക്കെ റിമോട്ടിൻ്റെ അവസ്ഥ ഇതാണ്. ടി വി ഒക്കെ വെച്ച് അങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ കാറ് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ഓട്ടം നോക്കി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ലാഭ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് വഴിയാണ് ഞങ്ങൾ ഓട്ടോ എടുക്കുന്നത്. ഊബറൊന്നും ഇല്ല കേട്ടോ ഇവിടെ. അപ്പോൾ ഇതിലാണെങ്കിൽ അത്യാവശ്യം കസ്റ്റമർക്കും നമുക്കും നല്ല ഏണിങ്സ് ഉള്ള ഇതാണ്. പിന്നെ ഓട്ടമൊന്നും കിട്ടിയില്ല. അപ്പോൾ വൈകിട്ടായപ്പോൾ ഞങ്ങൾ ഒരു സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. ആഭ്യന്തര കുറ്റവാളിക്കാണ് പോയത്. അപ്പോൾ ഉല്ലൂരുള്ള ഫൺ മൂവീസിലാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. ആരുമില്ല കേട്ടാ. ഞങ്ങൾ ഒരു 10 പേരുണ്ടായിരുന്നുള്ള സിനിമയ്ക്ക്. 10 പേരുണ്ടായിരുന്ന കാരണം സിനിമ വെച്ചതാ. കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല പടമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. എല്ലാവരും ഫോളോ അടിച്ചോളൂ കേട്ടോ.